ആ ദീൻ അള്ളാഹുവിൻ്റെ റസൂൽ പൂർത്തീകരിച്ചിട്ടാണ് പോയത്. നമ്മളെ നാവുകളെ സൂക്ഷിച്ചില്ല, മറ്റുള്ളവരുടെ അഭിമാനത്തെ ക്ഷതം വരുത്തുന്ന വാക്കുകൾ, പ്രവർത്തികൾ നമ്മളിൽ നിന്നുണ്ടാകുകയാണെങ്കിൽ നമ്മളൊരു മുസ്ലിം അല്ല. അത് യൂട്യൂബിൻ്റെ മുമ്പിലിരുന്ന് എന്തെങ്കിലും വിളമ്പലല്ല, പറയലല്ല, സംസാരിക്കലല്ല. നിന്റെ നാവ് അള്ളാഹു തആല പിഴുതെടുക്കുന്ന ഒരു ദിവസം വരാനുണ്ട് എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞില്ലേ? എന്താണ് ഗീബത്ത് എന്ന് പറഞ്ഞാൽ? ഞാൻ ഇസ്രാ മിഅ്റാജിൻ്റെ സന്ദർഭത്തിൽ ചില സമൂഹത്തെ കണ്ടു. അവരെ നാവുകളെയും അവരെ കവിളുകളെയും ഇരുമ്പിനാൽ ജ്വലിക്കപ്പെടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ വലിക്കുക രണ്ട് ഭാഗത്തേക്കും. അള്ളാഹിൻ്റെ റസൂൽ ചോദിച്ചു ജിബ്രീലിനോട്, ഇത് ആരാണ് ജിബ്രീലെ എന്ന് പറഞ്ഞപ്പോൾ, അന്യരുടെ മറ്റുള്ള ആൾക്കാരുടെ കുറ്റങ്ങളും കുറവുകളും കണ്ടുപിടിച്ച് അന്വേഷിച്ചുകൊണ്ട് അവരെ കുറ്റങ്ങൾ പറഞ്ഞു നടക്കുന്നവരാണെന്ന് ഹബീബുന ഷഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ജിബ്രീൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഓ മുസ്ലിമേ, ഓ മുഅ്മിനെ, നമ്മൾ നാവിനെ സൂക്ഷിക്കണം. മറ്റുള്ളവരെ മുറിവുകളെ നിങ്ങൾ മുറിവേൽപ്പിക്കുന്ന നിങ്ങൾ സൂക്ഷിക്കണം. നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ ഈ ലോകത്തോട് അവർ മറ്റുള്ളവരെ കയ്യടി നിങ്ങൾ കിട്ടിയേക്കാം, മറ്റുള്ളവരുടെ ചിരികൾ നിങ്ങൾക്ക് കിട്ടിയേക്കാം, മറ്റുള്ളവർ മൂപ്പിച്ച് നിങ്ങളെ പറയിപ്പിച്ചിട്ടുണ്ടാകാം. പക്ഷേ നിങ്ങൾ ആഖിറത്തിനെ കുറിച്ച് പേടിക്കണം. വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. അള്ളാഹുവിലേക്ക് മടക്കപ്പെടുന്ന ഒരു ദിവസം നിനക്ക് വരാനുണ്ട്. നീ എത്ര നേരം 5 നേരം വക്ത് പള്ളിയിൽ മുമ്പിലിരുന്ന് കസാലൻ്റെ മുകളിൽ നിന്ന് നമസ്കരിച്ചാലും അത് അള്ളാഹു തആല കണ്ടുകൊള്ളുന്നില്ല. അള്ളാഹു നിന്നിലേക്ക് ഒലിച്ചെറിയപ്പോൾ നീ ചെയ്യുന്ന അമലുകളെ, നീ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ, നീ ചെയ്യുന്ന നോമ്പുകളെ, നിന്റെ നമസ്കാരങ്ങൾ അള്ളാഹു തആല ഒലിച്ചെറിഞ്ഞുകൊണ്ട് മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ഒരു ദിവസം നിനക്ക് വരാനുണ്ടെന്നുള്ള കാര്യം നീ മറക്കരുത്. മറ്റുള്ളവരുടെ അഭിമാനത്തെ ക്ഷതം വരുത്തുന്ന, നിനക്കറിവില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കാൻ, മറ്റുള്ളവരുടെ കുറ്റങ്ങൾ അന്വേഷിച്ച് നിനക്ക് ആരാണ് അനുവാദം നൽകിയിട്ടുള്ളത്? അള്ളാഹു തആല ചോദിക്കില്ല, ഞാൻ മറച്ചു വെച്ചതല്ലേ, നീ എന്തിനാണത് വെളിപ്പെടുത്താൻ പോയതെന്ന് ചോദിക്കുന്ന ഒരു ദിവസം നീ വരില്ലേ? അന്നത്തെ ദിവസം കാണാം ഇൻഷാ അല്ലാഹ്. വൈലൽ ലിഖാ, അള്ളാഹുവിൻ്റെ കണക്ക്, അള്ളാഹുവിൻ്റെ അടുക്കൽ, അള്ളാഹുവിൻ്റെ കോടതി. മാലികി യൗമിദ്ദീൻ എന്ന് 17 പ്രാവശ്യം ദിവസവും പറയുന്നവരാണ് നമ്മൾ. ഇൻഷാ അല്ലാഹ്, മാലികി യൗമിദ്ദീൻ, പ്രതിഫലം നൽകുന്ന, വിചാരണ ചെയ്യപ്പെടുന്ന ഒരു ദിവസം വരാനുണ്ട്. അന്ന് നിന്റെ നാവുകൾക്ക് സംസാരിക്കാൻ പറ്റില്ല, നിന്റെ നാവുകൾ അനക്കാൻ വേണ്ടി പറ്റില്ല, നിന്റെ ചുണ്ടുകൾ അനക്കാൻ പറ്റില്ല. അന്ന് അള്ളാഹുവിൻ്റെ മുമ്പിൽ നീ മറുപടി പറയേണ്ടി വരും ഇതിനെല്ലാം എന്ന് നീ ഓർക്കണം. നിന്റെ നമസ്കാരങ്ങളെ വലിച്ചെറിഞ്ഞുകൊണ്ട് നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്ന ഒരു വിഭാഗമായി മാറരുതേ എന്ന് വിനയത്തിൻ്റെ ഭാഷയിൽ, ദീനുൽ ഇസ്ലാമിൻ്റെ ഭാഷയിൽ, നസീഹത്തൻ എന്ന രീതിയിൽ ഞങ്ങൾ ഉപദേശിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മൾക്കെല്ലാവർക്കും നല്ലത് പറയുവാനും നല്ലത് കേൾക്കുവാനും നല്ലത് പ്രചരിപ്പിക്കുവാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും. നമ്മുടെ മുഹമ്മദ് അലി ഉസ്താദ് അവരോടാണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ വോയിസ് ഞാൻ 12 മിനിറ്റും ചില്ലറ സെക്കൻഡുകളുള്ള വോയിസ് പൂർണ്ണമായി കേട്ടു. അത് ലാസ്റ്റ് അതായത് നിങ്ങൾ സംസാരിക്കുന്നത്, ഞാൻ ഒരു വിഡ്ഢംകാരെ പറ്റിയിട്ട് ഒരു 21 മിനിറ്റും ചില്ലറയുള്ള വീഡിയോ ഇറക്കിയിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ അതിലുള്ള അബദ്ധങ്ങൾ കൊണ്ട് നിങ്ങൾ വിശദീകരിച്ചു. അതായത് ആ കാരണത്താൽ നാളെ പരലോകത്ത് എനിക്ക് കിട്ടാൻ പോകുന്ന ശിക്ഷയെ പറ്റിയിട്ട് നിങ്ങൾ ഉദ്ധരിച്ചു. അതായത് പ്രമാണം അടിസ്ഥാനത്തിൽ അത് എന്നെ ഉദ്ദേശിച്ചുകൊണ്ടും എന്നുള്ളത്, ഞാൻ ആ അബദ്ധം പറഞ്ഞാൽ ആ അബദ്ധത്തിലുള്ള ശിക്ഷകളെ സംബന്ധിച്ചിട്ടാണ് നിങ്ങൾ സംസാരിച്ചത്. അഥവാ എനിക്ക് അങ്ങനെ അള്ളാഹുവിൻ്റെ പക്കൽ ശിക്ഷ കിട്ടുന്നതെങ്കിൽ ഇതൊരു നല്ലൊരു പ്രയാസമുള്ള കാര്യമാണ് തന്നെയാണ്. വളരെ പ്രയാസമല്ല, പരലോകമല്ലേ, കാലകാലം ജീവിക്കേണ്ടതല്ലേ. അതേ സമയത്ത് ഇനി അള്ളാഹു ശിക്ഷ തരുന്നില്ല എങ്കിൽ അൽഹംദുലില്ലാഹ്
അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ്. അള്ളാഹുവിനോട് ഞാൻ പ്രാർത്ഥിക്കുന്നു, അത്തരം ശിക്ഷകൾ എനിക്ക് അള്ളാഹു പരലോകത്തെ തരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ന് ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു. പക്ഷേ ഉസ്താദ് അവരുകൾ ഈ വിഷയം സംസാരിച്ചത്, അതിന് എനിക്ക് എന്നോടുള്ള ആ എതിർ സംസാരിച്ചത് ഭൗതികമായ നിലപാടിൻ്റെ പേരാണ്. അതായത് ഇപ്പം ഭൗതിക നിലപാടല്ലേ ഈ വിഷയം ഉസ്താദ് അവരോട് സംസാരിച്ചത് ഭൗതികമായ നിലപാടാണ്. അതേ സമയത്ത് ഞാൻ ഭിന്നക്കാരെ പറ്റിയിട്ട് പല വീഡിയോകൾ ഇറക്കിയിട്ടുണ്ട്. ഏകദേശം 30ഓളം വീഡിയോകൾ ഞാൻ ഇറക്കി തോന്നുന്നുണ്ട്, ഞാൻ മനസ്സിലാവും. പക്ഷേ ഇതിനൊക്കൊന്നും ആരും തന്നെ ഇന്നേ വരെ മറുപടിയായിട്ട് ആരും പറയാറില്ല. 1-2 വീഡിയോയിൽ സാധാരണ ആളെന്താ ഇങ്ങനെയൊക്കെ ചോദിച്ചെന്നല്ലാതെ ഒരു അടിസ്ഥാനപരമായിട്ട് പ്രമാണപരമായിട്ടൊരു ചോദ്യം ചെയ്യുകയോ അത് നിങ്ങൾ ആ സംസാരിച്ച പ്രമാണത്തിന് വിരുദ്ധമാണെന്ന് പറയുകയോ, നിങ്ങൾക്കും ഞാൻ ആ വീഡിയോ മുമ്പ് ഇടാനുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ നിങ്ങളുടെ ആ ഗ്രൂപ്പിൽ നിങ്ങളുടെ ആ ഗ്രൂപ്പിൽ ഞാൻ ആ വീഡിയോ ഇടാറുണ്ട്. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം. പക്ഷെ അതിലൊക്കെ ഞാൻ വിഡ്ഢംകാർ പറയുന്ന വിഷയത്തിൽ, അതായത് അവർ പറയുന്ന അനിസ്ലാമികം ശിർക്ക് പ്രചരിപ്പിക്കുന്ന ഭാഗങ്ങൾ ഞാൻ അതിൻ്റെ വീഡിയോ ആരൊക്കെയാണ് ശിർക്ക് പറയുന്നത്. ഒന്ന് നമ്മുടെ ഫൈസൽ മുസ്ലിയാർ, അദ്ദേഹം ജിന്നിനെ വിളിക്കുക എന്ന് പറയുന്നുണ്ട്. അങ്ങനെ വിഷയങ്ങൾ കുറേ ഉണ്ട്. അതൊന്നും ഇപ്പം നമ്മൾക്ക് വിശദീകരിക്കാനും സമയവുമില്ല. കാതലായ വിഷയങ്ങൾ അതായത് ജിന്നിനെ വിളിക്കുക എന്ന് പറയുന്നുണ്ട്. അർത്ഥം വിളിക്കുക എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കുക എന്ന്. അതേപോലെ തന്നെ നമ്മുടെ മുജാഹിദ് വാശ്ശേരി, അദ്ദേഹം പറയുന്നത് അള്ളാഹു ഒഴികെ ഏതൊരു സൃഷ്ടികളോടും നമ്മൾ സഹായം ചോദിച്ചാൽ അഥവാ പ്രാർത്ഥിച്ചാൽ അത് ശിർക്കാണെന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ 10 ലക്ഷം രൂപ ഇനാമ് എൻ്റെ സ്വത്ത് വിറ്റിട്ട് ഞാൻ തരുമെന്ന്. അപ്പം എന്ന് പറയുമ്പം അള്ളാഹു ഒഴികെ ഏതൊരു സൃഷ്ടികളോടും എല്ലാം പറ്റില്ലേ, ഏതെല്ലാം പെട്ട് എല്ലാം പെട്ടു. ജിന്നും പെടും, മലക്കും പെടും, മൂർഖം പാമ്പും പെടും, പൂച്ച, എലി, നായി, ഇവരൊക്കെ അവരോട് ചോദിക്കാമെന്നല്ലേ വരുന്നു. കല്ലിനോടും മുള്ളിനോടും മൂർഖം പാമ്പിനോടും ചോദിക്കാം. അതും പറയുന്നത് അതായത് ചോദിക്കുന്ന ചോദ്യങ്ങൾ അനുവദിക്കപ്പെട്ടതാവട്ടെ പെടാത്തതാവട്ടെ അതും ചോദിക്കാം. ചിലപ്പം കള്ളും ചോദിക്കാം, എന്തൊക്കെ ഹറാമാക്കപ്പെട്ടൊക്കെ ചോദിക്കാം. അത് ചോദിച്ചാൽ ശിർക്കാണെന്ന് പ്രമാണം കൊണ്ട് തെളിയിച്ചാൽ 10 ലക്ഷം രൂപ ഇനാമ്. അലി മുജാഹിദ് ബാലുശ്ശേരി, അങ്ങനെ പല വിഷയവും കൊണ്ട് ഇതൊക്കെ വീഡിയോ ഞാൻ മുമ്പേ ഈ ഫൈസൽ മുസ്ലിയാറിനെ പറ്റിയിട്ടും ഈ നമ്മുടെ മുജാഹിദ് ബാലുശ്ശേരിയെ സംബന്ധിച്ച് ഞാൻ വീഡിയോ ഇഷ്ടംപോലെ ഞാൻ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവാം, കേട്ടിട്ടുണ്ടാവാം. മനസ്സിലായില്ലേ? അത് മാത്രമല്ല, സിറാജ് ബാലുശ്ശേരി ജിന്നിനെ വിളിക്കാമെന്നും ജിന്ന് മനുഷ്യ ശരീരത്തിൽ കയറിയിട്ട് 4-ാം മാസമായ കുട്ടികൾ അത് കൊല്ലുമെന്നും ജിന്ന് അതും വിശദീകരിക്കണം. അങ്ങനെ പല വിഷയങ്ങളും. അപ്പോൾ അദ്ദേഹം ഒരു മുഫ്തിൻ്റെ മാതിരി ഫത്വൻ്റെ ആളായിട്ട് പോലെ നല്ല ഇഷ്ടം കണ്ടാൽ അങ്ങനെ തോന്നും. അങ്ങനെയുള്ള സംസാരങ്ങൾ ഇതൊക്കെ നമ്മുടെ ഉസ്താദ് അവർക്ക് അതൊന്നും മനസ്സിലായിട്ടില്ല. അപ്പം ഞാൻ ചോദിക്കുന്നത്,
ഈ പ്രസംഗം മാത്രം ചെയ്യാൻ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. ഇത്തരം ശിർക്ക് പ്രചരിപ്പിക്കുന്ന പുരോഹിതന്മാരുടെ സംസാരങ്ങളും കേൾക്കാറില്ലേ? നിങ്ങളിപ്പോൾ അടുത്താണല്ലോ വന്നിരിക്കുന്നത്. ഏകദേശം എത്ര വർഷമായി? 1.5 വർഷമല്ല 2 വർഷത്തിനുള്ളിലാണ് ഇപ്പം നിങ്ങൾ ഇത് വിഡംബങ്ങളായത്. അപ്പം നിങ്ങൾ അതിനെപ്പറ്റി പഠിക്കണ്ടേ, എന്താണ് പ്രമാണം പറയുന്നതെന്ന്? അത് പഠിച്ചിട്ടില്ലേ? പഠിച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് ഈ അബദ്ധം എന്തുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായില്ല? എന്തുകൊണ്ട് മനസ്സിലായില്ല അത് പഠിച്ചിട്ടില്ലെങ്കിൽ? ഈ വിഡംകാരൻ നിലപാട് എന്താണ് അതിനെപ്പറ്റി, അതാണ് ഞാൻ അത്തരം വീഡിയോകൾ ഞാൻ ഇറക്കാതെ കാരണം തന്നെ. വിഡംകാരൻ നിലപാട് എന്താണെന്ന്. പക്ഷെ ഇത്തരം ആളുകൾ, അത് മാത്രമല്ല, ഈ പറയപ്പെടുന്ന പ്രാസംഗന്മാർ, മുസ്ലിയാക്കന്മാർ, ഈ പുരോഹിതൻ മാത്രമല്ല, വേറെയുണ്ട് അബദ്ധം പറയുന്ന പ്രാസംഗന്മാർ ഉണ്ട്. സാധാരണ ആളുകൾക്കും ഇത്തരം വിഷയങ്ങളുണ്ട്. കാരണം ഞാൻ സാധാരണ പറയാറുണ്ട്, ഖുറാഫികളെക്കാളും അത്രയും ഇവർ വീടിച്ച് കിടക്കുന്നുണ്ട്. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ അവർ ഓപ്പണായ ശിർക്ക്, പക്ഷെ ഇവർ അതല്ല, ഉള്ളിൽ കൂടിയിട്ട് മുനാഫിക്കത്തരത്തിൽ കൂടിയിട്ടാണ് ഇവർ ശിർക്ക് പ്രചരിപ്പിക്കുന്നത്. ഈ സോഷ്യൽ മീഡിയയിൽ ഇത്തരം വിഷയങ്ങളൊക്കെ ഇല്ലിരിക്കെ പിന്നെ ഇത് വരുന്ന തലമുറൻ്റെ അവസ്ഥ എന്തായിരിക്കും? മനസ്സിലായില്ലേ? ഇത്രയും പിഴച്ച വിശ്വാസം, എത്രത്തോളം പിഴച്ച വിശ്വാസം എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ അപ്പം ഇവരൊക്കെയാണ് നമ്മൾ ഈ ഇത്തരം പുരോഹിതന്മാരെയാണ് നമ്മൾ ഫോളോ ചെയ്തിട്ട് പോകുന്നത്. അത് നമ്മുടെ ഉസ്താദുകളിൽ നിന്നും മനസ്സിലാകുന്നു. കാരണം വിഡ്ഡമിലാണല്ലോ ഉള്ളത്. അവർക്കുമായി ഫോളോ അവർ വിഡ്ഡമിനെ ഫോളോ ചെയ്തിട്ടല്ലോ പോകുന്നത്. ഈ ഫോളോ ചെയ്യുന്ന ഇവർ അതേ സമയത്ത് നമ്മൾ ജിന്നിനെ വിളിക്കുന്നൊന്നുമില്ല, നമ്മൾ ശിർക്ക് ചെയ്യുന്നൊന്നുമില്ല. പക്ഷെ അതായത് നമ്മൾ ജിന്നിനെ വിളിക്കണ്ട, നമ്മൾ ശിർക്ക് ചെയ്യണ്ട. പക്ഷേ ഇത്തരം ആൾക്കാർ ഫോളോ ചെയ്താൽ തന്നെ ശിർക്ക് ചെയ്തതിനെ പോലായി. ശിർക്ക് ചെയ്തുപോൽ ഇത്തരം ആളുകളുടെ, ഇത്തരം അനിസ്ലാമികം പ്രചരിപ്പിക്കുന്ന, ശിർക്ക് പ്രചരിപ്പിക്കുന്ന ആളുകളെ ഫോളോ ചെയ്താൽ തന്നെ അവർ പിഴച്ചുപോയി, ശിർക്കിൽ അകപ്പെട്ടു പോയി. അത് പിന്നെ അതിന് കോംപ്രമൈസ്. മനസ്സിലായില്ലേ? ഇപ്പം എന്ന് പറയുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇത്തരം വിഷയങ്ങൾ നമുക്ക് വേണമെങ്കിൽ നിങ്ങൾ ഏതടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഈ ബെഡുമായിട്ട് യോജിച്ച് പോകുന്നത് എന്നുള്ളത്, അതൊന്ന് എനിക്ക് പ്രമാണം കൊണ്ട് ഒന്ന് മനസ്സിലാക്കി നമുക്ക് വേണമെങ്കിൽ ഇരിക്കണമല്ലോ. കാരണം ദീനാ വിശ്വമല്ലേ ഇത്. നിങ്ങളുടെയും എൻ്റെയും പലലോകം രക്ഷപ്പെടണമല്ലോ. എൻ്റെയും പലരും എന്നിലാണ് അബദ്ധം വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കി, നിങ്ങൾ ഉസ്താദല്ലേ, അതല്ലേ വേണ്ടത്. നിങ്ങൾ എനിക്ക് മനസ്സിലാക്കി താ. ഞാൻ ഇത്രയെല്ലാം അബദ്ധങ്ങൾ സംസാരിക്കുന്ന മറ്റുള്ളവരെ വേണ്ടി ഞാൻ ശിർക്ക് ആരോപിക്കുമ്പം, മനസ്സിലായില്ലേ? അപ്പം ചിലപ്പം അതേ സമയം ശിർക്ക് അവർ ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ എന്തായിരിക്കും? അവരെപ്പറ്റി ആരോപിച്ചാൽ ഞാൻ നരകവാസിയായിട്ട് മാറും. ഈ ഒരവസ്ഥയിൽ നിങ്ങൾ എന്നെ കൊണ്ടുപോകല്ല. അതുകൊണ്ട് നിങ്ങൾ എന്നെ ഉപദേശിക്കും, നീ നരകത്തിൽ പോരാ നീ. അതുകൊണ്ട് പ്രമാണം ഇങ്ങനെയാണ് പറയുന്നത്. ഇവർ പറഞ്ഞൊക്കെ യാഥാർത്ഥ്യമാണ്. ഇവർ വെറുതെ പറയുന്നതല്ല, അവർ പഠിച്ച പണ്ഡിതന്മാരാണ്. പുരോഹിതനായ നമ്മുടെ ഫൈസൽ മുസ്ലിയാറും സിറാജ് ബാലുശ്ശേരിയും നമ്മുടെ മുജാഹിദ് ബാലുശ്ശേരി, അവർ പഠിച്ചവരാണ്. അത് നമ്മുടെ ഒരു വീഡിയോ നിങ്ങൾ കേട്ടാൽ കഴിയും. സിറാജ് എൻ്റെ അനുജനാണ്ട് പറയുന്നല്ല എന്നൊക്കെ പറയുന്ന കഥകൾ, അത് നിങ്ങൾ ഈ വീഡിയോ കേൾക്ക്. ഞാനിപ്പോൾ ഇതിലിടാം. നിങ്ങൾ ഈ വീഡിയോ എന്താണ് പറയുന്നത് അത് കേൾക്കൂ. എന്നിട്ട് അതുകൊണ്ട് നമുക്ക് ഇരുന്നിട്ട് അത് ഇതാണ് യാഥാർത്ഥ്യമെങ്കിൽ നമുക്ക് ഇൻഷാ അല്ലാഹ് നമുക്ക് തുടരാം. ഇതിലാണ് സത്യമുണ്ടെങ്കിൽ, ഇതിലാണ് തൗഹീദ് ഉണ്ടെങ്കിൽ നമുക്ക് ഇൻഷാ അല്ലാഹ് നമുക്ക് ഒന്നിച്ചിട്ട് മുന്നോട്ട് പോകാം. സംസാരം ഞാൻ കൂട്ടുന്നില്ല. അസ്സലാമു അലൈക്കും.